നിങ്ങളുടെ നമ്പർ അതിലേക്ക് ഇടൂ. അപ്പോ അങ്കിതയാണ് ഇതിന്റെ അഡ്മിൻ, പറയാം. ആതിര അവരുടെ ഒരു കുട്ടി ഇട്ടിട്ടുണ്ട് ലിങ്ക്. Good evening, sir. Okay, good evening. Good afternoon, sir. Good afternoon, sir. Good afternoon, sir. Good afternoon, sir. Good afternoon. Good afternoon. Good afternoon, sir. Okay. Good afternoon, sir. Good afternoon, sir. Good afternoon to all. എല്ലാവരും ആയോ നമ്മുടെ? അറിയില്ല സാർ. ഓക്കെ ഓക്കെ സൂര്യ. അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ജോബ് എന്നാണ്. മൈ നെയിം ഇസ് ജോബ്. ഞാനാണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് എടുക്കുന്നത്. മൈ നെയിം ഇസ് ജോബ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലൂടെപ്പെടുത്തുകയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോളോ ചെയ്യാനായിട്ടൊരു ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ സംസാരിക്കാനായിട്ടുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് അപ്പോൾ ടീച്ചറായിട്ട് സ്കൂളിലേക്ക് നിങ്ങളൊക്കെ കയറി ചെല്ലുമ്പോൾ ഇംഗ്ലീഷിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ള കഴിവുകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുകയും ചെയ്യുന്നറിയാം. അപ്പൊ ഇതിന് ഏറ്റവും ആദ്യമായിട്ട് വേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ളി കോഓപ്പറേഷൻ ഫ്രം യുവർ സൈഡാണ്. അപ്പോ അതിന് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ഐ എക്സ്പെക്ട് യുവർ കോഓപ്പറേഷൻ. I will support you maximum. Let us go to it. Okay. Okay, sir. Yes, sir. Okay. Okay. Yes, sir. Okay. നിങ്ങൾ അങ്ങനെ ഇത് ഇംഗ്ലീഷ് ക്ലാസ് എന്നുള്ള ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു പേടിയോ അങ്ങനെയൊന്നും വേണ്ട. ഓഡിയോ ക്ലിയർ അല്ല. ഓഡിയോ ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ ആവുന്നില്ല. സൗണ്ട് ആണ് ക്ലിയർ അല്ലാത്ത. സൗണ്ട് കുറച്ചേ കേൾക്കുന്നുള്ളൂ ഞങ്ങൾക്ക്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ ഇപ്പോഴും? ഇപ്പൊ കേൾക്കാൻ കഴിയുന്നുണ്ട്. അല്ലേ, ഞാൻ അരിയത്തൊക്കെയല്ല പറയുന്നത്. ക്ലിയർ ആയോ? ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ? ഒരുപോലെ തന്നെ എല്ലാവരും വ്യത്യാസമുണ്ട്? ഓക്കെ അഞ്ജു, വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്. അഞ്ജു, how are you? Yes. Where are you from? The Calicut. Okay. The land of SK Patakar. Yeah? Okay. Yes, sir. Very good. What is your ambition in your life? Ambition in the teacher. To become a teacher. Okay. When, what is your qualification? The +2 pass, computer, CTTC, abacus teacher training. Oh, very good. Yeah? A lot of qualifications you have. Very good. Ajju, keep it. Okay. When you studied in the standard high school level, what was your ambition? Sir, I don't understand. When you were the high school student. Yes. When you were studying standard 10. Okay. SSLC. What was your ambition at that time? The ambition in my job. To get a job, not to become a teacher, but to secure a job. Am I right? Yes. Okay. Yes. Okay. Which was your favorite subject? Mathematics. Those who are very fond of mathematics, they are genius. Mathematics നന്നായിട്ട് കൈകാര്യം ചെയ്ത ഒരു genius ആണെന്ന് പറയുന്നത്. Okay. Very good. അപ്പോൾ you are also very genius. Am I right? Yes. Okay. Very good. ഞാൻ സ്റ്റാർട്ടിങ് വെച്ചാണ്. Okay. Very good. അപ്പൊ അഞ്ജുവിന്റെ നാട് പാലക്കാട് കാലിക്കറ്റ് ആണ്. അപ്പോ കാലിക്കറ്റിൽ എവിടെയാണ് സ്ഥലം?
കാലിക്കറ്റ് അടിവാരം. അടിവാരം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഒരു വാചകം പറയുന്നു. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് കാലിക്കറ്റ് വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ടടിച്ചു കൊന്നു. സെന്റൻസ് ആണ്. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് കാലിക്കറ്റ് വെച്ച് കോഴിക്കോട് വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ടടിച്ചു കൊന്നു. യെസ്, അഞ്ചു. അതൊന്ന് ഇംഗ്ലീഷിലോട്ട് നിങ്ങൾ പറയാൻ വേണ്ടി നോക്കി. I yesterday early morning 10 o'clock the snake bite അല്ലേ? kills. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അഞ്ചു, വെരി ഗുഡ്, കുഴപ്പമില്ല. അതായത് തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. തെറ്റുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട, തെറ്റേ പറയാവൂ. എത്ര പ്രാവശ്യം നിങ്ങൾ വീണ് കഴിഞ്ഞതിന് ശേഷമാണോ ഒന്ന് നിൽക്കാൻ പഠിച്ചത്? വീണ്ടും എത്രയോ പ്രാവശ്യം വീണതിന് ശേഷമാണോ ഒന്ന് നടക്കാൻ പഠിച്ചത്? വീണ്ടും എത്രയോ പ്രാവശ്യം വീണതിന് ശേഷമാണോ ഒന്ന് ഓടാൻ പഠിച്ചത്? അപ്പൊ അതുകൊണ്ട് ആരും എല്ലാം പഠിച്ചിട്ട് ജനിക്കുന്നില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ച് നമ്മൾ എത്തുന്നുള്ളൂ. അപ്പൊ തെറ്റുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട, അതങ്ങനെ വിട്ടേക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു 5 കഴിഞ്ഞപ്പോ അവിടെ ഒരു 5KY ഉണ്ട്. 5KY. ഹലോ സർ. ഓക്കെ, വെരി ഗുഡ്. അഞ്ചു ആണെങ്കിൽ എങ്ങനെ പറയും? അഞ്ചുന്റെ നാട് എവിടെയാ? എറണാകുളം ഇടപ്പള്ളി. എറണാകുളം ഇടപ്പള്ളി. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് എന്നുള്ളത് മാറ്റിയിട്ട് 5 വേണമെങ്കിൽ എറണാകുളം നാക്കിട്ടോ അല്ലെങ്കിൽ ഇടപ്പള്ളി നാക്കിട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് ഒരു പാമ്പിനെ എറണാകുളത്ത് വെച്ച് വടി കൊണ്ട് അടിച്ചു കൊന്നു. തെറ്റിക്കോട്ടെ, അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി, നോ പ്രോബ്ലം. തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. 5 മൂള് കണ്ടില്ല? 5 മൂള് അറിയാവുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞു. യെസ്, അതുപോലെ 5KY പറയാം. 5 എന്താണ് അറിയാവുന്നത്? KY അതങ്ങോട്ട് പറഞ്ഞു. ഒന്നുകൂടി പറയാമോ സാറേ? ഞാൻ ഇന്നലെ രാവിലെ ഇടപ്പള്ളിയിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ട് അടിച്ചു. ഇന്നലെ രാവിലെ 10 മണിക്ക് ഇടപ്പള്ളിയിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ട് അടിച്ചു കൊന്നു. today morning ശരിയാണ്, പറഞ്ഞോളൂ. today morning 10 o'clock one snake ഇടപ്പള്ളി. Am I right? At ഇടപ്പള്ളി. ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സീന ജോസഫ്. സീന യെസ്. ഓക്കെ, മുബീന. മുബി. Okay, hello sir. Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. തെറ്റിക്കോട്ടെ മുബീന, നോ പ്രോബ്ലം. Okay. Yesterday morning I am 10 o'clock from Calicut. സ്ഥലം വേണമെങ്കിൽ മുബീനയുടെ നാടാക്കിക്കോട്ടെ. കാലിക്കറ്റിനെ വേണം നിർബന്ധമൊന്നുമില്ല. 5 അതിന്റെ കാര്യത്തിലൊന്നും എതിർപ്പില്ല. സ്ഥലം വേണമെങ്കിൽ മുബീനയുടെ നാടാക്കിക്കോ. യെസ്. Once ബാക്കി അങ്ങോട്ട് അത്ര ശരിയാവുന്നില്ല. നോ പ്രോബ്ലം. ഓക്കെ, രമ്യ രാജേഷ്. ഹലോ സർ. പറഞ്ഞോളൂ രമ്യ. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. തെറ്റിയാലൊന്നും പ്രശ്നമൊന്നുമില്ല, നോ പ്രോബ്ലം. ഒന്നും കൂടി ആ സെന്റൻസ് ഒന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് ഇടപ്പള്ളിയിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ട് അടിച്ചു കൊന്നു. Yesterday morning at 10 o'clock I have killed a snake at Idapalli. ഓക്കെ 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 രമ്യ, വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയാട്ടെ. ഞാൻ ഇനി ആരുടെ പേര് പറയുന്നില്ല. സാറേ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട്. അജി പറഞ്ഞോളൂ. രമ്യ തോമസ് എന്നാണ് എന്റെ പേര്. എന്തോ? രമ്യ തോമസ്. അജി കെ എന്നുള്ള അല്ലേ? ഓക്കെ. ഞാൻ ട്രൈ ചെയ്തു. മതി.
Yesterday morning, I was killing a snake, a stick. സ്റ്റിക്ക് ആരും പറയാത്തൊരു വാചകങ്ങളൊക്കെ വേടൊക്കെ നമ്മുടെ അജി അല്ല രമ്യ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിക്ക് ആരും പറഞ്ഞിട്ടുണ്ടായില്ല. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് അജി. അല്ല രമ്യ കുറച്ച് ദിവസം ഇങ്ങനെ പിന്നെ റെഡി ആയിക്കോളും. സിയ പറഞ്ഞു. സിയ Yesterday morning at 10 o'clock I killed a snake with a stick. വിത്ത് സ്റ്റിക്ക്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇനി ആരാണ് അടുത്ത് പറഞ്ഞു പറഞ്ഞത്? തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. I had killed a snake yesterday morning at 10 o'clock at Krishna. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഷോണിയ. When I was in Calicut yesterday, I saw a snake and it come to attack me and I took a stick and killed it. ഓക്കെ ഓക്കെ, കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഷോണിമ. ഓക്കെ 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 ഓക്കെ. അടുത്തത്. ഓക്കെ വെൽക്കം. അടുത്തതാരാണ്? ഞാൻ പറയാം സാർ. ഓക്കെ പറഞ്ഞോളൂ ഷഹാന, പറഞ്ഞോളൂ. I killed yesterday morning a snake at Calicut. ഓക്കെ ഓക്കെ. യെസ്, ഇനി ആരാണ്? ഞാൻ പറയാം സർ. ഓക്കെ സജൽ. Yesterday morning at 10 o'clock, killed the snake from Varandarapalli. വരന്തരപ്പള്ളി, തൃശ്ശൂർ വരന്തരപ്പള്ളി. യെസ്, ഓക്കെ 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 ഓക്കെ. പറഞ്ഞോളൂ. വരന്തരപ്പള്ളി കാടിന്റെ ഒക്കെ ഭാഗത്താണ്. അത് വരന്തരപ്പള്ളി തൃശ്ശൂർ ഉള്ളിക്ക് പോയിട്ടാ സ്ഥലത്തിന്റെ. ഓക്കെ ഓക്കെ. അനീഷ പറയുന്നത് yesterday morning 10 o'clock at Trivandrum I killed a snake. ഓക്കെ ഓക്കെ അനീഷ. യെസ്. ഇനി അടുത്ത ആള് ആരാണ് പറയുന്നത്? ഞാൻ പറയാം സർ. ഓക്കെ അജിത പറഞ്ഞോളൂ. അജിത. I killed the snake with the stick yesterday at 10 o'clock. ഓക്കെ 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 അജിത. അജിത വെരി ഗുഡ്. അജിത വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത ആരാണ്? ഞാൻ പറയാം സർ. ഓക്കെ ഓക്കെ. അല്ലേ സബാന പറഞ്ഞു. സബന. Yesterday morning I have killed a snake at Pattambi. അറ്റ് എവിടെയാണ് സ്ഥലം? Pattambi, Palakkad district. പട്ടാമ്പി. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, അവിടേക്ക് പോയിട്ടുള്ളതാണ്. യെസ് ഓക്കെ. പറഞ്ഞോളൂ അടുത്ത ആള്. ഞാൻ പറയാം സർ. പറഞ്ഞോളൂ നവമി. പറഞ്ഞോളൂ. Yesterday morning, I found a snake near Thrissur at 10 o'clock. He did and took it away. ഓക്കെ 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 നവമി വെരി ഗുഡ് വെരി ഗുഡ്. യെസ് അടുത്തത് സൗമ്യ പറയുന്നു. ഐ ആം സൗമ്യ ഫ്രം പത്തനംതിട്ട. yesterday morning I killed a snake. കോന്നി. യെസ് യെസ് ഓക്കെ ഓക്കെ. പത്തനംതിട്ട കോന്നി. യെസ്. ഇനി ആരെങ്കിലും? ഞാൻ പറയാം സർ. വൈഷ്ണവി പറഞ്ഞോളൂ. വൈഷ്ണവി. Yesterday morning 10 o'clock I am killed a snake at Kodamangalam place. Yes. ഓക്കെ 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 ഓക്കെ. കോതമംഗലം. ഓക്കെ ഓക്കെ. കോതമംഗലം. ഓക്കെ യെസ്. ഇനി ആരാണ്? ഞാൻ പറയാം. നുറീഷ അല്ലേ? പറഞ്ഞോളൂ. Yesterday morning 10 o'clock I have killed a snake with stick at Alappuzha. ആലപ്പുഴ. ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ. അസൂര. ഞാൻ പറയാം സർ. ഓക്കെ ഓക്കെ. അതില ഒരു മിനിറ്റ്. ഇത് വന്നിട്ട് അടുത്ത അതിൽ വിളിച്ചോളാം. അസൂര. Sir, good morning. Yes, good morning. I am yesterday morning Puhimgutti at 10 o'clock. I have killed a snake with a stick. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഇത് പറയുമ്പോൾ ഓരോരുത്തരും എവിടെയാണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ?
ഓക്കെ 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 ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞ ആള് പറഞ്ഞു, ഞാൻ പറയാതെ പറഞ്ഞില്ലേ ഈ ആതിര. അതിനെ പറഞ്ഞോളൂ. Good afternoon, sir. Yesterday morning at 10 o'clock, I killed a snake at Kasargod. ഓക്കെ, കാസർഗോഡ്. അപ്പൊ അഞ്ജന പറയുന്നത് yesterday at 10 o'clock I killed a snake. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആരാണ്? ആതിര. ഓതിര. ഓക്കെ. സാന്ദ്ര പറയുന്നത് yesterday morning I was killing a snake at പള്ളിക്കര. രശ്മി പറയുന്നത് yesterday morning 10 AM at കൊല്ലം I beat a snake. ആതിര പറയുന്നത് yesterday morning I am killing a snake with a stick കാസർഗോഡ്. ഓക്കെ 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 ഓക്കെ. ശരി, ഓക്കെ. ഞാൻ പറയട്ടെ സാർ. Yesterday morning at 10 o'clock in Trivandrum, I have killed a snake with a stick. ഓക്കെ 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 ഓക്കെ. നേരത്തെ എഴുതിയത് ജിസ്നയാണല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞോളൂ. വിസ്മയാണ്. അതെ അതെ, വിസ്മയാണ്. I was killed a snake in yesterday at ചാലക്കുടി. ചാലക്കുടി. ഓക്കെ 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 ഓക്കെ. ചാലക്കുടിയാണ്. ഓക്കെ ഓക്കെ. പിന്നെ സർ ഞാൻ ഷമ്മി. I killed a snake. ആഷ്മി അല്ലേ? ഷമ്മി. പറഞ്ഞോളൂ ഷമ്മി. I killed a snake with a stick at 10 o'clock in കോതമംഗലം. കോതമംഗലം. ഓക്കെ ഓക്കെ. തസ്തി പറയുന്നു I killed a snake in കോഴിക്കോട് yesterday morning at 10 o'clock. ഓക്കെ 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 ഓക്കെ. വീണ്ടും അമിന പറയുന്നു on yesterday morning at 10 o'clock I had killed a snake with a stick. ഓക്കെ ഓക്കെ. കടയ്ക്ക. റൈറ്റ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും? ഓക്കെ ഓക്കെ. ആഷ്മി. ധന്യ അല്ലേ? അതെ. ധന്യ പറഞ്ഞോളൂ. ധന്യ. Yesterday morning at 10 o'clock, I was killed a snake with a stick in Thrissur. തൃശ്ശൂർ. ഓക്കെ ഓക്കെ. തൃശ്ശൂർ എവിടെയാണ്? വരന്തരപ്പള്ളി. ഓക്കെ ഓക്കെ. വരന്തരപ്പള്ളി. നേരത്തെ പറഞ്ഞതല്ലേ? അതെ അതെ, അവിടെ തന്നെ. അത് സജ്ജനയാണ് പറഞ്ഞതല്ലേ? അതെ അതെ, അവിടെ തന്നെ വീട്. അവിടെ തന്നെ വീട്. ഓക്കെ ഓക്കെ. വെരി ഗുഡ്. സാർ ഞാൻ പറയാം. പറഞ്ഞോളൂ. Yesterday morning 10 o'clock I killed snake ആലപ്പുഴ. ആലപ്പുഴ. ഓക്കെ ഓക്കെ ഓക്കെ. സർ ഞാൻ പറയാം. യെസ്. അപ്പൊ ലിമ്മി പറയുന്നു I killed a snake using a stick yesterday morning at 10 o'clock ഇടുക്കി. ഓക്കെ ലിമ്മി? യെസ്. പറഞ്ഞോളൂ. സർ ജുഫീന. ഓക്കെ. ജുഫീന പറഞ്ഞോളൂ. Sir, I killed a snake in Ernakulam yesterday morning at 10 AM. ഓക്കെ ഓക്കെ ഓക്കെ. ജുഫീന. വെരി ഗുഡ്, വെരി ഗുഡ്. അഞ്ജനയെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ ജുഫീന. Yesterday morning at 10 o'clock, I killed a snake with a stick in Thrissur. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. ആഷ്മി അല്ലേ? ആഷ്മി നേരത്തെ പറഞ്ഞില്ലല്ലോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ആഷ്മി. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ്. സദീന പറയുന്നു I killed a snake beating with a stick yesterday morning at 10 o'clock. ഓക്കെ. ഇനി ആരാണ്? കൃഷ്ണപ്രിയാണ്. Sir, yesterday 10 AM, I killed a snake with a stick in the morning at Kannur. At Kannur. Okay, 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 okay. Very good. Okay. കൃഷ്ണപ്രിയ. ഓക്കെ ഓക്കെ. ഇനി ഞാൻ പറയാം. ബുഷറ. ഓക്കെ ഓക്കെ. ലാഖൻ പറഞ്ഞോളൂ. ശരിക്കുള്ള കാര്യം എന്താണ്? ബുഷറ. ബുഷറ. I killed a snake with a stick yesterday morning at 10 o'clock in മലപ്പുറം. മലപ്പുറം. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. യെസ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഒരു 5 മിനിറ്റ് ഞാൻ ഇത് എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും വരാം. ഓക്കെ. ഞാനപ്പോ നിങ്ങൾ പറഞ്ഞത് ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് പേർക്ക് നന്നായിട്ട് അറിയാം, കുറച്ച് പേർക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ അറിയാം, വേറെയും കുറച്ച് പേർക്ക് കുറച്ച് അതിനൊക്കെ അറിവ് കുറവുണ്ട്. ഇംഗ്ലീഷിനെ പ്രയോഗിക്കേണ്ട വാക്കുകളിലെ ഇതൊക്കെ കുറവുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അറിവ് കുറച്ച് കുറഞ്ഞിട്ടുള്ളവരെയും നമ്മുടെ ഒപ്പം കൂടെ കൂടണം. അവരെയും കൂടി നമ്മുടെ ഒപ്പം കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് ഇവിടെ പോകാൻ. ഒറ്റക്കുള്ള യാത്രയല്ല ഇത്, എല്ലാവരും കൂടി ഒരുമിച്ചുള്ള യാത്രയാണ്. പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളോട് വളരെ നന്ദി പറയാണ്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും ഓരോരുത്തരും ഞാൻ ആരുടെയും പേര് പറയാതെ നിങ്ങൾ ഇങ്ങോട്ട് പറയുകയും ചെയ്തു. അതില് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കണം. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സംഗതി എത്ര എഴുതിയാലല്ല, നമ്മൾ പറഞ്ഞു തന്നെ പഠിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണോ, അത് നമ്മൾ സംസാരിക്കുക തന്നെ വേണം. അപ്പോൾ വീണ്ടും കുറച്ച് പേർക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവരുടെ മനസ്സിൽ ഈ ഐഡിയ ഉണ്ട്, പക്ഷെ അത് പറയാൻ പറ്റിയൊരു വാക്ക് അവരുടെ കയ്യിലില്ല. അത് എന്താണ് ആ വാക്ക്? സ്റ്റിക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് 2-3 പേര് കഴിഞ്ഞപ്പോഴാണ് സ്റ്റിക്ക് എന്നൊരു വാക്ക് വന്നത്. അപ്പൊ അതിനു മുമ്പ് പറഞ്ഞവർക്കും സ്റ്റിക്ക് എന്നവരെ ഒരു വടി എന്ന് വേണം, പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെ 1-2 പേർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഞാൻ കണ്ടു. അപ്പൊ നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. ഇന്നിപ്പോ ഫെബ്രുവരി മാസം 7-ാം തീയതി 12 മണി കഴിഞ്ഞ് 22 മിനിറ്റ്. അപ്പൊ നമ്മൾ ഇത് തീരുമാനിക്കുന്നു, ഈ നിമിഷം മുതൽ മരണം നമ്മളെ വേർപെടുത്തും വരെ എല്ലാ ദിവസവും നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുതിയ വാക്ക് വെച്ച് പഠിക്കും. ഒരു പുതിയ വാക്ക്, ഒരെണ്ണം, വേറെ അധികമൊന്നും ഞാൻ പറയണില്ല, ജസ്റ്റ് വൺ, എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, ഒരെണ്ണം പുതിയത് പഠിക്കുന്നു. 365 ദിവസം കഴിയുമ്പോൾ 365 പുതിയ വാക്ക് നമ്മുടെ തലച്ചോറിലുണ്ടാകും. ഒരൊറ്റ വാക്ക് പഠിച്ചാൽ അതിന്റെ അർത്ഥമൊന്നും പഠിച്ചാൽ ഓക്കെ. നമുക്ക് പരിചയമുള്ള വാക്ക് പഠിക്കണ്ട, നമുക്കത് അറിയാമല്ലോ, അത് പഠിക്കില്ല. നിങ്ങളുടെ ഡിക്ഷണറി ഒരു ബുക്ക് തുറക്കുന്നു, നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവന്റെ ബുക്ക് ഒന്ന് തുറക്കുന്നു, അതിൽ നിന്നൊരു വാക്കെടുക്കുന്നു, ആ ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിക്കുന്നു. അപ്പോ ഈ 365 ദിവസം കൊണ്ട് 2026 ഫെബ്രുവരി മാസം 7-ാം തീയതി വരുമ്പോ നിങ്ങൾ 365 പുതിയ വാക്കിന്റെ ഉടമസ്ഥയായിട്ട് വരും. ഈ ശീലം ആ ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നിമിഷം മുതൽ മരണം നമ്മളെ വേർപെടുത്തും വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഞാൻ ഒരു വാക്ക് വെച്ച് ഡെയിലി പഠിക്കുമെന്ന് നിങ്ങളോട് ഉറപ്പിക്കുക. ഓക്കെ, ഉറപ്പല്ലേ? ഓക്കെ, ഉറപ്പിക്കും. അത് നമ്മൾ തീരുമാനിച്ചു. ഈ നിമിഷം നമ്മളെടുത്ത് തീരുമാനം. അങ്ങനെ ഇങ്ങനെയൊന്നും നൂറിഷ പറയാൻ ഞാൻ തീരുമാനങ്ങൾ എടുക്കില്ല, എടുത്താൽ ഞാൻ അതിൽ നിന്ന് പിന്മാറുകയുമില്ല. ഇത് നിങ്ങൾ എടുക്കുന്ന അപ്പം തന്നെയാണ് മക്കളെ കൂടി പഠിപ്പിക്കുക. അവരൊക്കെ ചെറിയ കൊച്ചാണ്, അവര് പഠിച്ചോട്ടെ, ഒരെണ്ണം പുതിയത് വെച്ച് ഒരു പുതിയ വാക്ക്. എന്നിട്ട് അവനോട് പറയുമ്പോൾ ഇന്ന് പഠിക്കുമ്പോൾ ഇന്നലത്തെയും കൂടി ഓർമ്മിക്കാൻ പറ്റും. ഇന്നലെ പറഞ്ഞതെന്ന് ഓർത്തെ, അപ്പൊ അവരതും കൂടി ഓർത്തത് വേണ്ടി എന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പറയുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ തലേന്നൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യിപ്പിക്കാം. റിവൈൻഡ് ചെയ്യുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ടാവും. എത്രയോ സമയം മൊബൈലൊക്കെ നോക്കുന്നു, കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരിക്കട്ടെ, എപ്പോഴെങ്കിലും ഒരു പുതിയ വേർഡ്, അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കും, വേടാ നീ ഇന്ന് പഠിച്ച പുതിയ വേർഡെന്ന് പറയാം. 2 കാര്യങ്ങളുണ്ട്, അവനെ കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്കൊരു പുതിയത് കൂടി മനസ്സിലാവുക എന്നുള്ള തീരുമാനം കൂടി അതിനകത്ത്. ഓക്കെ, ഞാൻ വിഷയത്തിലോട്ട് വരാം. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് പോലെയല്ല ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ചായ കുടിച്ചു, ആദ്യം ഞാൻ, പിന്നെ ചായ, പിന്നെ കുടിച്ചു. പക്ഷെ ഇംഗ്ലീഷിൽ അത് എഴുതുകയാണെങ്കിൽ ഞാൻ കുടിച്ചു ചായ എന്ന് എഴുതും. അല്ലാതെ ഓക്കെ അസൂര, വെരി ഗുഡ് കീപ് ഇറ്റ്. അല്ലാതെ ഇപ്പോ ഞാൻ ചായ കുടിച്ചു എന്നുള്ളത് ഞാൻ ഐ, ചായ ടീ, ഡ്രിങ്ക്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. നേരെ മറിച്ച് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുന്നത്, അതാണ് കറക്റ്റ്. അതാണ് ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള വ്യത്യാസം. കുറച്ച് പേർക്ക് പറ്റിയ ഒരു അബദ്ധം അതാണ്, നിങ്ങളത് മലയാളത്തിൽ ചിന്തിക്കുകയും ആ മലയാളത്തിലേക്കുള്ള രീതിയിൽ പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം കുറച്ചു പേർക്ക് പറ്റിയത്. ഞാനത് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു വാചകം കൊടുത്തിട്ടത്. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. സാർ പറഞ്ഞ വാക്കൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു തരുമോ? ഏത്? ആദ്യം പറഞ്ഞ വാക്ക് ഇംഗ്ലീഷിൽ സാർ പറഞ്ഞു തരുമോ? പേടിക്കേണ്ട, ഡോണ്ട് വറി, വി ആർ കമ്മിങ് ടു ദാറ്റ്. ഓക്കെ, ഐ ഡ്രിങ്ക് ടീ, അതാണ് കറക്റ്റ്. ഓക്കെ രമി, നമ്മൾ അങ്ങോട്ട് എത്തും. യെസ്, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എപ്പോഴും ആദ്യം പറയുന്നത് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാണോ പ്രവൃത്തി ചെയ്യുന്ന ആള്, അയാളെ കുറിച്ച് നമ്മൾ ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് വെർബാണ്. വെർബ് ഇത് തുടക്കക്കാർക്ക് ഉദ്ദേശിച്ച് പറയുന്നുണ്ട്, ഇതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താം. ഞാനത് തെറ്റിയ ആൾക്കാരെ സംബന്ധിച്ചും അത് തുടക്കം നമ്മളൊന്ന് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. ആദ്യം നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം അയാൾ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദിക്കണം ആരെ അല്ലെങ്കിൽ എന്ത്, whom or what. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് മൂന്നാമത് പറയാൻ. പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കണം, പിന്നൊരു ചോദ്യം ചോദിക്കണം, പിന്നൊരു ചോദ്യം ചോദിക്കണം. ഈ ക്രമത്തിൽ ഇങ്ങനെ വേണം. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വീണ്ടും വരാം. അപ്പൊ ഇനി നമ്മളിവിടെ പറയണം, ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് കോഴിക്കോട് വെച്ചൊരു പാമ്പിനെ വടി കൊണ്ടടിച്ചു എന്നല്ല നമ്മൾ പറഞ്ഞത്. ഞാനല്ല ചെയ്തത്, ഐ.
അപ്പൊ സബ്ജക്റ്റ് വന്നു ഐ. ഇനി അടുത്തത് വേണ്ടതാണ് ഞാൻ ചെയ്ത പ്രവൃത്തി. എന്താ ഞാൻ ചെയ്തത്? കൊന്നു. ഐ കിൽഡ്. അത്ര ശരിയായി. ഇനി കൊന്നു എന്നുള്ളവരോട് നമ്മൾ ചോദിക്കുകയാണ് എന്തിനെ കൊന്നു അല്ലെങ്കിൽ ആരെ കൊന്നു? അപ്പൊ മനസ്സിലായി, ഒരു പാമ്പിനെ. എ സ്നേക്ക്. അല്ല, ഐ കിൽഡ് എ സ്നേക്ക്. ഞാനൊരു പാമ്പിനെ കൊന്നു. ഇങ്ങനെയാണ് പറയേണ്ടത്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്. അപ്പൊ എന്താണ് സബ്ജക്റ്റ്, എന്താണ് വെർബ്, എന്താണ് ഓബ്ജക്റ്റ് എന്ന് നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ചെയ്ത പ്രവൃത്തി, എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ മൂന്നാമത് പറയുകയാണ്. ഓക്കെ, ആ മൂന്നാമത് എന്ന് പറയാവൂ, രണ്ടാമത് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല. ഐ സ്നേക്ക് കിൽഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഐ കിൽഡ് സ്നേക്ക്, അതാണ് ശരി ഇംഗ്ലീഷിൽ. ഐ കിൽഡ് എ സ്നേക്ക്. ഞാനൊരു പാമ്പിനെ കൊന്നു. ആദ്യം ഞാൻ, പിന്നെ ഞാൻ ചെയ്ത പ്രവൃത്തി, പിന്നെ അതിനോട് ചോദിക്കുക എന്ത് കൊന്നു എന്ന് ചോദിക്കുക. അതിന്റെ ആൻസറാണ് പിന്നീട് വരുന്നത്. ഓക്കെ, സിയ. ഓക്കെ. അപ്പൊ സിയ, ഇന്ന് രാവിലെ നമ്മൾ വെൻ ഡിഡ് യു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? എപ്പോ എഴുന്നേറ്റു രാവിലെ? 6 o'clock. 6 o'clock. ഓക്കെ. ആ 6 മണി മുതൽ ഒരു 10 മണി വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ സിയ ചെയ്ത 2-3 ഐറ്റംസ് ഈ രീതിയിലൊന്ന് പറഞ്ഞു. സെന്റൻസ് ആയിട്ടാ? സെന്റൻസ് ആയിട്ട്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി, ഞാൻ ചായ കുടിച്ചു, ഞാൻ മൊബൈൽ നോക്കി. I drink hello? എല്ലാവരും നോക്കില്ലേ? I drink a cup of water. I drink a cup of water. നോക്ക്. I drink a cup of water. അല്ല, ഐ. പിന്നീട് എന്ത് കുടിച്ചു? എ കപ്പ് ഓഫ് വാട്ടർ. ഒരു കപ്പ് വെള്ളം കുടിച്ചു. ഓക്കെ സിയ. പിന്നെന്ത് ചെയ്തു? I prepare breakfast. I prepared breakfast. I prepared breakfast. അല്ലാണ്ട് ഐ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ തെറ്റാണ്. എന്ത് ഉണ്ടാക്കി എന്നുള്ളത് മൂന്നാമത് പറയും. എനിക്ക് ക്ലിയർ അല്ല. രമ്യ, അതെ, എല്ലാവർക്കും ക്ലിയർ ആണോ? എനിക്ക് മോളുടെ പേരാണ് സിയ. എന്റെ പേര് ആയിഷത്തുൽ ബുഷ്റ എന്നാണ്. എന്റെ പേര് ആയിഷത്തുൽ ബുഷ്റ എന്നാണ്. മോളുടെ പേരാണ് സിയ. എന്റെ പേര് ആയിഷത്തുൽ ബുഷ്റ. ആയിഷത്തുൽ ബുഷ്റ. മോളുടെ പേരാണ് സിയ. ഓക്കെ. ഇപ്പോഴും സിയുടെ അമ്മയുടെ പേര് ക്ലിയർ ആയിട്ടില്ല എനിക്ക്. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്. ഓക്കെ. പറഞ്ഞോളൂ. I prepared breakfast. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി. യെസ്, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലേക്ക് ഒരു പറയും. I clean my room. I clean my room and I clean my room. Okay, ശരിയാണ്. I cleaned my room. Okay. Yes. I eat breakfast. അവിടത്തെ ആദ്യം ചെയ്ത പ്രവൃത്തി പറയാം. ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റ് വരാം. Eating breakfast. I ate breakfast. Okay. I ate breakfast. Okay. Very good. Okay, see ya. അത് കേട്ടെ. ഞാൻ വിളിക്കാം. Okay. വിളിക്കാം. യെസ്, ഈ വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഇതേ എഴുതാവൂ, ഇങ്ങനെ വരാവൂ, അല്ലാതെ മാറി വരരുത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആലോചിക്കുക. ഞാൻ ഇന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. ഞാൻ ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറഞ്ഞത് നിങ്ങളുടെ ഐ. എഴുന്നേറ്റു, ഗോട്ട്. അവര് ബുഷറ എന്ന് വിളിക്കാം കേട്ടാ. സിയ,
ചുരുക്കി വിളിക്കാനായിട്ട്. ഓക്കെ ഓക്കെ യെസ്. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റു, ഗോട്ടം. ഇങ്ങനെ പറയാം. എപ്പോ എഴുന്നേറ്റു? at 6 o'clock. ഇങ്ങനെ പറയാം. അല്ലാതെ I 6 o'clock ഗോട്ടപ്പ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ തെറ്റാണ്. ഞാൻ ചെയ്ത പ്രവൃത്തി പിന്നെ എന്ത് ചെയ്തു? പ്രീവിയസ് ക്ലാസ് ഞാൻ എടുത്തിട്ടില്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. I got up at 6 o'clock. ഇനി നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇപ്പൊ നേരത്തെ ഭൂഷണ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ഞാൻ കുടിച്ചില്ലേ? അപ്പൊ I കുടിച്ചു, ഡ്രാങ്ക്. എന്ത് കുടിച്ചു? എ ഗ്ലാസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ എ കപ്പ് ഓഫ് വാട്ടർ, ഒരു ഗ്ലാസ് വെള്ളം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ഞാൻ പല്ല് തേച്ചു. ഓക്കെ ഷഹാന. യെസ്. എന്ത് ചെയ്തു? I പല്ല് തേച്ചു. ബ്രഷ്ഡ്. എന്താ തേച്ചത്? ബ്രഷ് നേരെ തേക്കുക എന്നാണ്. ടീത്ത്. എന്റെ പല്ല് ഞാൻ തേച്ചു. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. I പ്രിപ്പയർഡ്. ഞാൻ ഉണ്ടാക്കി. എന്തുണ്ടാക്കി? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഒന്ന് കുളിച്ചു. I took. ഞാൻ കുളിച്ചു. എന്ത്? ബാത്ത്. അല്ലെങ്കിൽ I bathed, അല്ലെങ്കിൽ I took my bath. ഞാനൊന്ന് കുളിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്തു. I checked. എന്ത്? മൈ മൊബൈൽ. എന്ത് തുടങ്ങാനും മൂന്നാമത് വരാവും. എപ്പോഴും സബ്ജക്റ്റ് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ആ സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തി എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഒബ്ജക്റ്റ് വരാം. ഇപ്പൊ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഇതായിരിക്കണം നമുക്ക് ഇംഗ്ലീഷിൽ സെന്റൻസ് എഴുതുമ്പോഴുള്ള ക്രമം. ഓക്കെ. ഇത് അവിടെ നിൽക്കട്ടെ. ഇനി വീണ്ടും നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ആ പാമ്പിനെ കൊന്ന വശത്തേക്ക് വരാം. ഓക്കെ. ഞാൻ കോഴിക്കോട് വെച്ച് ഇന്നലെ രാവിലെ 10 മണിക്ക് ഒരു പാമ്പിനെ വടി കൊണ്ടടിച്ചു കൊന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ I killed. കൊന്നു. എന്തിനെ കൊന്നു? ഒരു പാമ്പിനെ കൊന്നു. എ സ്നേക്ക്. I killed a snake. അപ്പൊ അത്രയും വരെ സബ്ജക്റ്റ് ആയി, വെർബായി, ഒബ്ജക്റ്റ് ആയി. ഇനി ചോദിക്കുക, മാനർ. എങ്ങനെ കൊന്നു? ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടും വടി കൊണ്ടടിച്ച്. അതിന്റെ ഇംഗ്ലീഷ് നമ്മൾ പറയുന്നു ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. അടുത്തത് എവിടെ വെച്ച്? അത് പ്ലേസ്, പി. അപ്പൊ നമ്മൾ പറയുന്നു ഇൻ കാലിക്കറ്റ്. പിന്നെ പറയുന്നു ടൈം, എപ്പോൾ? യെസ്റ്റർഡേ അറ്റ് 10 o'clock. അപ്പൊ നമുക്ക് ചുരുക്കി പറയാം, ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ SVOMPT, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ക്രമത്തിൽ അങ്ങനെ എഴുതി പോവാം. SVOMPT. എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബ്, ഓ എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എഴുതാം. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം. അടുത്തത് മാനർ. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം. അടുത്തത് പി, പ്ലേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം. ടി, ടൈം എന്ന് പറയുമ്പോൾ എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം. കണ്ട, ഈ ക്രമത്തിൽ അങ്ങനെ എഴുതി അങ്ങനെ പോകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അന്ന് നടന്ന സംഭവങ്ങൾ അതൊന്നുകൂടെ പറഞ്ഞുതരൂ. ഓക്കെ, പറയാം ജിസ്ന. SVOMPT. S plus V plus O plus M plus P plus T. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ഒരു ക്രമത്തിൽ അങ്ങോട്ട് പറഞ്ഞു നോക്കുക. അപ്പൊ നിങ്ങൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ സബ്ജക്റ്റ്, ഓക്കെ, നൗമി കറക്റ്റ്. ഒരു സംശയം, ഓബ്ജക്റ്റ് തൊട്ട് അതിന്റെ മലയാളം കൂടെ ഒന്ന് പറഞ്ഞു തരും. മാനർ, പ്ലേസ്, ടൈം, അതിന്റെ മലയാളം കൂടെ ഒന്ന് പറഞ്ഞു തരും. നേരത്തെ പറഞ്ഞ
സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് അതിന്റെ മലയാളം പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പ്രവൃത്തി ചെയ്യുന്നതാണ്. വെർബ് എന്ന് പറയുമ്പോൾ അയാൾ ചെയ്ത പ്രവൃത്തി, സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തി. ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം, അതാണ് ഓബ്ജക്റ്റ്. മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം, എങ്ങനെ. പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം, എവിടെ. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം. അല്ല, ഇങ്ങനെ നമ്മൾ തന്നെ ഒന്ന് റെഡിയാക്കാം. അപ്പൊ നമുക്ക് എന്താണെന്ന് വരുന്നത് വെച്ചാൽ പിന്നെ നമ്മൾ essay ഒക്കെ നമ്മളൊന്നും പഠിക്കണ്ട, നമുക്കറിയാലോ എഴുതാനായിട്ട് പഠിക്കണം. യെസ്. അപ്പൊ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ അന്ന് നടന്ന സംഭവമൊക്കെ ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാം. ഇന്ന് ഭർത്താവുമായിട്ട് വഴക്കിട്ടു. അപ്പോ എന്ത് പറയാ, ഞാനല്ല വഴക്കിട്ടത്, വഴക്കിട്ടു. കോറൽ വഴക്കിട്ടു. ആരുമായിട്ട്? വിത്ത് ഹസ്ബൻഡ്. ഇന്ന്. അപ്പൊ അതിനകത്ത് എവിടെയെന്നില്ല. അപ്പൊ അടുത്തെടുക്കുക, എപ്പോഴുന്നുണ്ട്. എപ്പോഴാണ്? ടുഡേ. അപ്പോ ഐ കോറൽഡ് വിത്ത് മൈ ഹസ്ബൻഡ് ടുഡേ. അത് തന്നെ വേറെ രീതിയിലൊക്കെ എഴുതാട്ട. നമുക്കിപ്പോ തുടക്കക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ മകന്റെ സ്കൂളിലേക്ക് പോയി. ഞാൻ പോയി, വെന്റ്. എവിടെ പോയി? മകന്റെ സ്കൂളിലേക്ക്. ടു മൈ സൺസ് സ്കൂൾ, അല്ലെങ്കിൽ ടു മൈ ചിൽഡ്രൻസ് സ്കൂൾ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കുക. പറഞ്ഞു നോക്കി കഴിയുമ്പോൾ നമുക്കും എന്ത് പറ്റും? സെന്റൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റും. ഇതൊക്കെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് മറന്നുപോയതും പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു പക്ഷേ നിങ്ങൾ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിച്ചപ്പോൾ ആ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറിനോട് നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നതും അതിന്റെ നമ്മൾ ശരിക്കും അങ്ങനെയല്ലേ? ചില വിഷയങ്ങൾ നമ്മൾ താല്പര്യവും ഇഷ്ടത്തോടും പഠിക്കാൻ കാരണം അത് പഠിപ്പിച്ച ടീച്ചറിനോടുള്ള ഇഷ്ടമുണ്ടല്ലോ. റൈറ്റ്? എത്ര പേർക്ക് സത്യസന്ധമായിട്ട് മറുപടി പറയാൻ പറ്റും? ശരിയാണ് സാർ, എനിക്ക് അനുഭവം. ശരിയാണത്. ചില വിഷയങ്ങൾ നമ്മൾ പഠിച്ചത് ആ വിഷയത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ആ ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ചില വിഷയങ്ങൾ നമ്മൾ പഠിക്കാതിരുന്നത് ആ വിഷയത്തോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, ആ പഠിപ്പിച്ച ടീച്ചറിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പഠിപ്പിച്ച സാറിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും അന്നൊക്കെ അങ്ങനെ കാണിച്ചത് അതൊക്കെ ഒരു മണ്ടത്തിലായി പോയി നമുക്ക് തോന്നും, അല്ലേ? അത് നമുക്ക് പഠിക്കണ്ട. 13 വയസ്സ് 14 വയസ്സുള്ള ഒരു കുട്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്കൊക്കെ തെറ്റുപറ്റാം. 70 80 വയസ്സുള്ള ആളുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോണം. പിന്നെയാണോ 13 14 വയസ്സുള്ള കുട്ടികൾ എടുക്കുന്ന തീരുമാനങ്ങൾ? വളരെ തെറ്റുപറ്റും, അല്ലേ? തെറ്റുപറ്റുക എന്നുള്ളത് എന്താണ്? ഇറ്റ് ഈസ് ഹ്യൂമൻ, അത് മാനുഷികമാണ്. അപ്പൊ അതിന്റെ പേരിൽ ആ വശത്തോട്ട് വരും. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നതാണ് തെറ്റ്. തെറ്റാണെന്ന് നമുക്ക് എവിടെ വെച്ച് ബോധ്യപ്പെടുന്നുവോ അവിടെ വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്യാം. അത് ശരിയാണ്. ഇന്നലെ വരെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഞാനത് മാറ്റി. ഇന്നലെ അത് തെറ്റാണെന്നും അതിന്റെ സീരിയസ്നെസ് കൊണ്ട് എനിക്കറിയില്ലായിരുന്നു. ഇന്നിപ്പോ എനിക്കത് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ തിരുത്തി. അത് നമ്മുടെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ശരിയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയാൽ മതി. ഓക്കെ. ആളുകൾ എന്ത് പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയെ മാത്രം ബോധ്യപ്പെടും. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്നു മുതൽ നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വൈകുന്നേരമാകുമ്പോൾ വെറുതെ കിടന്ന് ഉറക്കം വരാത്ത ദിവസങ്ങളിലൊക്കെ കിടന്ന് ഉറക്കം വരുന്ന ദിവസങ്ങളിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. അങ്ങനെ പറയുക. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് യാതൊരുവിധ ടെൻഷനോ വിഷമമോ യാതൊന്നും വേണ്ട. തെറ്റേ പറ്റാവൂ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആ വശത്തെ കുറിച്ച് ഭയങ്കരമുണ്ട്. ഇവിടെയും നമ്മൾ ഈ 75 പേരുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും പഠിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ ഒപ്പം എത്തിയില്ലെങ്കിലോ എന്ന് ചിന്തിക്കരുത്. ഞാനും അവരുടെ ഒപ്പം എത്താൻ ശ്രമിക്കണം. എത്രയോ അവസരങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ ഈ കാണിച്ച നിസ്സംഗത കൊണ്ട് എത്രയോ ചാൻസുകൾ നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. ശരിയല്ലേ? ഇപ്പോ ഒരു ജോലി വേണമെന്നുള്ളത് ഒരു ആവശ്യമല്ല, ഒരു അത്യാവശ്യമായിട്ട് മാറിയപ്പോഴല്ലേ നമ്മൾ മെനക്കെട്ടിറങ്ങിയത്. എല്ലാവർക്കും ഇല്ലെങ്കിലും കുറെ പേർക്ക് അങ്ങനെയൊക്കെ ഇല്ലേ? അപ്പൊ അതുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്കൊരു ജോലി വേണമെന്നുള്ളതും ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. വിദ്യാസക്തി ഉണ്ടാവില്ല. എനിക്ക് എന്റേതായ ഒരു വരുമാനം വേണമെന്നുള്ളത് നമുക്കൊരു തോന്നൽ, ഒരു ആവശ്യമില്ല.
ഒരു അത്യാവശ്യമായിട്ട് മാറിയ സന്ദർഭങ്ങളിൽ എത്രയോ സമയങ്ങളിൽ നിങ്ങൾ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാനിത് സഹിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഇല്ലേ? അപ്പോ അതിനൊരു അവസരം വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 10 മാസം കഠിനമായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. കഠിനമായിട്ട് ശ്രമിച്ചതിന് ശേഷം നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് പറ്റാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊരു ജോലിക്ക് പോയി കഴിഞ്ഞാലും ഏതൊരു ജോലിക്ക് പോയി കഴിഞ്ഞാലും ഇപ്പൊ ഞാനൊരു ഉദാഹരണം, ഇപ്പൊ അഞ്ചു ഒരു നേഴ്സിംഗ് ടീച്ചറിന്റെ ജോലിക്ക് പോവുകയാണ്. ഓക്കെ അസൂര, വെരി ഗുഡ്, ഐ വിൽ സപ്പോർട്ട് യു മാക്സിമം. ജോലിക്ക് പോവുകയാണ്. അപ്പൊ ഓക്കെ, നിങ്ങൾ മനസ്സിൽ കാണുക, നിങ്ങൾ മകനോ മകളോ പഠിക്കുന്ന സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് കാണുന്നു. ഇവിടുത്തെ നേഴ്സറി സ്കൂളിലുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, അവിടെ ഒരു നേഴ്സറി ടീച്ചറിന്റെ ഒഴിവുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇത് അധികം ആളുകൾ കണ്ടിട്ടില്ല, കാരണം ഇവിടെ പേപ്പറിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് ജോലി കിട്ടും എന്നുള്ള പ്രത്യേകത നിങ്ങളൊരു അപേക്ഷ എഴുതി നിങ്ങൾ അവിടെ കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ആ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ഫയലുകള്, രേഖകള്, ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം മടക്കി പിടിച്ചുകൊണ്ട് ആ മുറിയുടെ വാതിൽക്കൽ വരുന്നു. ആ മുറിയുടെ വാതിൽക്കൽ വന്ന് ഇന്റർവ്യൂവിന്റെ ദിവസം മുറിയിൽ ഡോറ് മുട്ടുന്നു. അപ്പൊ അകത്ത് നിന്ന് പറയുന്നു പ്ലീസ് കമ്മിങ് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾ അകത്തേക്ക് കയറി വരുന്നു. അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എല്ലാവരും നോക്കുമ്പോൾ അവർ പറയുന്നു പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറയുന്നു. നിങ്ങൾ അവിടെ ഇരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു, അവരത് വാങ്ങുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നു യുവർ നെയിം ഈസ് അഞ്ജു, അഞ്ജു KY. അഞ്ജു, ഓക്കെ, ഞാൻ പറയുന്നതിന് ഒപ്പം പറഞ്ഞുകൊണ്ട് അപ്പൊ അഞ്ചോടെ ഇരിക്കാനുണ്ട്, ഓർമ്മ വേണം. യുവർ നെയിം ഈസ് അഞ്ജു KY. Yes sir എന്ന് പറയും. ഓക്കെ അഞ്ജു, പ്ലീസ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. ഇതാണ് ഫസ്റ്റ് വല്ല ചോദ്യം. അഞ്ജുവിനൊന്ന് പരിചയപ്പെടുത്തും എന്ന് പറയുന്നു. അത് നമ്മുടെ മുന്നിലേക്ക് അവർ ഇട്ട് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ അപ്പൊ അവരത് വെക്കുമോ? നമുക്കിവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കാനുള്ളത്, ടീച്ചർ പോരല്ലോ. കണ്ട, അവിടെ നമ്മൾ പെർഫോമൻസ് നമ്മളെ തകർക്കണം. നമ്മൾ അവിടെ ആ 2 മിനിറ്റ് നമുക്ക് അവര് നമ്മുടെ ആ 2 മിനിറ്റ് കൊണ്ട് നമ്മളങ്ങനെ തകർച്ച് പറയണം. അപ്പൊ അത് കൊള്ളാം, ടീച്ചർ കൊള്ളാം, ഇത് മതി, ബാക്കിയുള്ള വന്നിങ്ങനെ ഇന്റർവ്യൂ വന്നവരോട് പോയിക്കോളാൻ പറഞ്ഞു. ഇത് നമ്മൾ അപ്പോയിന്റ് ചെയ്തു. ആ ലെവലിലേക്ക് നമ്മൾ ഇങ്ങനെ വരണം. ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം വളരെ ടൈറ്റാണ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജയിച്ചാൽ പോരാ, ആദ്യം എത്താനായിട്ട് ശ്രമിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ പറയണം, അഞ്ജുവിനോട് പറയണം മേക്ക് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. അഞ്ജുവിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ അഞ്ജു പറയുന്നു മൈ നെയിം ഈസ് അഞ്ജു, എന്റെ പേര് അഞ്ജു എന്നാണ്. ഐ ആം കമ്മിങ് ഫ്രം, എവിടെ നിന്നാണോ വരുന്നത് അത് പറയുന്നു. മൈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഞാൻ എവിടെ വരെ പഠിച്ചു അത് പറയുന്നു. എന്നിട്ട് നമ്മൾ പറയണം എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്. ഐ ആം എ ഗുഡ് ഡാൻസർ. അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ അതൊക്കെ നിങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി നിങ്ങൾ സ്കൂളിലോ കോളേജിലോ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ നേടിയ റിമാർക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രസ്സുകൾ ഉണ്ടാവില്ല, വളർച്ചകൾ ഉണ്ടാവില്ലേ? ഐ വാസ് ദ ടോപ്പ് സ്കോറർ, ഐ വാസ് എ ഫസ്റ്റ് ഡ്യൂറിംഗ് ദ പീരീഡ് 2024. അപ്പൊ അങ്ങനെ നിങ്ങൾ റിമാർക്കബിൾ ആയിട്ടുള്ള നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് പറയുന്നു. നിങ്ങളുടെ ഹോബി എന്താണ് അതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്ന് പറയുന്നു. ഇനി എന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് പറയുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നു കൊള്ളാം, ഇത്രയും കോൺഫിഡൻസ് കുട്ടികളെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, യു ആർ അപ്പോയിന്റഡ് എന്ന് പറയുന്ന ആ നിമിഷത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. അങ്ങനെ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മളെ കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ല. ആകാശത്തിന്റെ കീഴിലുള്ള എന്ത് വിഷയത്തെ കുറിച്ചും അവർക്ക് നിങ്ങളോട് ചോദിക്കാം. ഞാൻ നിങ്ങളൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പണ്ട് എന്റെ വൈഭവം പറയുന്നില്ല കേട്ടാ, ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തപ്പോ എയർഫോഴ്സിന്റെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോ അന്ന് ചോദിച്ച ഒരു ചോദ്യം ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുന്നു. അപ്പൊ ഇത് ചോദിക്കുന്നത് പഠിച്ച വിഷയമല്ല. നമ്മൾ ഈ പറയുമ്പോൾ ആ പറയാനെടുക്കുന്ന സമയം, പറയാനെടുക്കുന്ന രീതി, അവർ അറ്റംപ്റ്റ്, ടൈം, ഇതെല്ലാം വെച്ചിട്ട് നമ്മളുടെ സൈക്കോളജിക്കലായിട്ടുള്ള മാർക്ക് അവർ കൊണ്ടിട്ടുണ്ട്.
ഒരാള് നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ ബാക്കി രണ്ടുപേരും നമ്മുടെ ബോഡി ലാംഗ്വേജും വെച്ച് നമുക്കുള്ള മാർക്ക് അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളാണ് ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള നഴ്സറി ആണെങ്കിൽ, നഴ്സറി സ്കൂൾ ആണെങ്കിൽ നിങ്ങൾ ആരെയും കൊടുത്തു വെക്കും? നിങ്ങളെ ഏറ്റവും കഴിവുള്ളവരെയും നോക്കുള്ളൂ. ഇത് തന്നെയാണ് നമുക്ക് നോക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം. ഓക്കെ, ആ ചോദ്യം ചോദിക്കുന്നത് ആരോടാണ്? വരന്തരപ്പള്ളിക്കാരോട് തന്നെ ചോദിക്കാം. സജന നെറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ ധന്യയുടെ ഫോണിൽ നിന്നാണ് സംസാരിക്കുന്നത്. നോ പ്രോബ്ലം. ഓക്കെ, ധന്യ. അപ്പൊ ധന്യ വരന്തരപ്പള്ളി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാൻ രണ്ടുപേരോട് ചോദിക്കുകയാണ്. ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. Suppose that you are a great officer having a very big salary of the government of India. നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ വളരെ ഉയർന്ന ശമ്പളം പറ്റുന്ന ഉയർന്ന ഉദ്യോഗസ്ഥയാണെന്ന് വിചാരിക്കുക. And you are passing by the side of a river. നിങ്ങൾ ഒരു നദിയുടെ സമീപത്തൂടെ പോയി ഇങ്ങനെ നടന്നു പോവുകയാണ്. And you are alone. നിങ്ങൾ ഒറ്റയ്ക്കാണ്. Near by nobody. അടുത്ത ആരുമില്ലെന്ന് വിചാരിക്കുക. Suddenly you see. ക്ലിയർ ആവുന്നില്ല സൗണ്ട്. ക്ലിയർ ആവുന്നില്ല. അതെ, ഓക്കെ. എന്തായാലും ഞാൻ ആരോടെങ്കിലും ചോദിക്കട്ടെ. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോ നമുക്ക് പിന്നെ ആരെയും ലഭിക്കാം. ഷോണിമ. ഓക്കെ, റെഡി അല്ലേ? സാർ ലാസ്റ്റ് തൊട്ട് കറക്റ്റ് കേട്ടില്ലായിരുന്നു. അല്ലേ, ഇപ്പൊ റെഡി അല്ലേ? അറിയൂ, റെഡി ആണോ? യെസ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഷോണിമ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥയെന്ന് വിചാരിച്ചു. നിങ്ങൾ ഒരു നദിയുടെ സമീപത്ത് കൂടെ ഇങ്ങനെ പയ്യെ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കൂടെ ആരുമില്ല, നിങ്ങളുടെ സമീപത്ത് ആരുമില്ല. നിങ്ങൾക്ക് നീന്താൻ അറിയില്ല. യു ഡോണ്ട് നോ ഹൗ ടു സ്വിം. നിങ്ങൾ നോക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടി ഒരു വെള്ളത്തിൽ ഇങ്ങനെ താന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുകയാണ്. ചോദ്യം ഇതാണ്, വാട്ട് യു വിൽ ഡു? നിങ്ങൾ എന്ത് ചെയ്യും? ഈ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് അവർ നമുക്ക് തരുന്നത് ഒരു മിനിറ്റൊക്കെയാണ് തരുന്നത്. ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഞാനിപ്പോ സോണിയോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ എത്രയോ പേർക്ക് ആലോചിക്കാൻ സമയം കിട്ടി അല്ലേ? യെസ്, ഇത് ചോദിച്ച ചോദ്യങ്ങൾ. സോണിയാണ് സോണിയെ നഷ്ടപ്പെടുത്തുന്നത്. യെസ്, അവിടെ വിളിക്കാൻ പറ്റിയ ആരും അരികത്തില്ല എന്ന് വിചാരിക്കും. സോണിയെ നഷ്ടപ്പെടുത്തുന്ന ഓരോ സെക്കൻഡുകൾക്കും മണിക്കൂറിന്റെ തുല്യമാണ്. I think I'll jump and I'll try my best. Okay. I also told that you don't know how to sing. സോണിയെ ചാടി കഴിഞ്ഞാൽ അടുത്ത മറ്റൊരാള് സോണിയനെ രക്ഷിക്കണം, കുട്ടിയെ രക്ഷിക്കണം. കാരണം സോണിയൊക്കെ നീന്താൻ അറിയില്ല. യെസ്, I don't know, sir. ഓക്കെ. ഞാൻ പറഞ്ഞു വല്ല വേറെ ഒന്നുമില്ല. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഇത് ഞാൻ ഫേസ് ചെയ്തൊരു ചോദ്യമായതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അപർണ പറയുന്നു, ഞാൻ ഇപ്പോ നീന്താൻ അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ചാടും, ഞാൻ കുട്ടിയെ രക്ഷിക്കാൻ നോക്കുമെന്നാണ് അപർണ പറയുന്നത്. ഓരോരുത്തർക്കും അവരുടെ ആൻസർ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇനി വേറെ വല്ല ഉത്തരങ്ങൾ, വെറൈറ്റി ആയിട്ടുള്ള ഉത്തരങ്ങൾ ആർക്കെങ്കിലും മനസ്സിൽ ഫീൽ ചെയ്ത് പറയട്ടെ. ഞാൻ പറയാം സാർ. ഞാൻ എന്റെ ഷോൾ എടുത്തിട്ട് ഇട്ട് കൊടുക്കും. അതിന് പിടിച്ചു കയറാൻ പറയും. സബന പറയുന്നു, ഞാൻ ഷാള് എടുത്തിട്ട് കൊടുക്കും. ആ കഷ്ടകാലത്തിന് അന്ന് സബന ധരിച്ചിരിക്കുന്നത് മിഡിയിൽ ടോപ്പാണെന്ന് വിചാരിക്കും. യെസ്. അപ്പോ അമീന പറയുന്നു, ഐ വിൽ ലുക്ക് ഫോർ സം ഒബ്ജക്റ്റ് നിയർ ബൈ. അടുത്ത് വല്ല സംഗതികൾ എടുക്കുന്നു. Firstly, I will call the fire force and I try to save the child. അപ്പൊ സൗമ്യ പറയുന്നു, ഐ വിൽ കോൾ ദ ഫയർ ഫോഴ്സ് ആൻഡ് ഐ വിൽ ഹെൽപ്പ്. ഫയർ ഫോഴ്സ് ഒക്കെ വരുന്നതിന് വിളിച്ചവരെ വിചാരിച്ചു. അതിന് മുമ്പ് ഒരു ക്രിട്ടിക്കൽ മൂവ്മെന്റ് അറിയില്ലെങ്കിലും നമ്മൾ ചാടും സാർ. അപ്പൊ നമുക്ക് നീന്തലൊക്കെ അപ്പൊ പഠിയും. അപ്പൊ സഹന പറയുന്നത്, ആവശ്യം അത്യാവശ്യമാണ് സമയത്ത് നീന്തലൊക്കെ താനെ പിടിച്ചോളും, എടുത്ത് ചാടുക എന്നുള്ളതാണ് അല്ലെ? യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മളിപ്പോ ഉത്തരം പറയാനായിട്ട് അങ്ങനെ ശ്രമിക്കുമ്പോഴേക്കും അവർ പറയും, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് യു ആർ എ ഗ്രേറ്റ് ഓഫീസർ. നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥയാണ്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഒരിക്കലേ ഒരു യുവജനോത്സവത്തിന് ഒരു കുട്ടി അവതരിപ്പിച്ച, പെൺകുട്ടി അവതരിപ്പിച്ച മോണാക്റ്റാണ് അല്ല, മിമിക്രി അവതരിപ്പിച്ച സംഭവമാണ്. ബിഫോർ അറ്റംപ്റ്റിംഗ് എ റെസ്ക്യൂ സിറ്റുവേഷൻ to ensure I don't put up myself in danger. Okay. അസൂര പറയുന്നു, ഞാൻ ഉറക്കെ കരയും. I will cry aloud. Okay. ഈ പറഞ്ഞ കാര്യത്തോടെ ഞാൻ പറഞ്ഞു തന്നെ.
ചോദ്യം ഇതായിരുന്നു. ആ കുട്ടി അവതരിപ്പിച്ചത് ഭർത്താവ് മരിച്ചു എന്നറിയുമ്പോ ഭാര്യ കരയുന്ന രീതിയാണ് അവതരിപ്പിച്ചത്. അത് ഓരോ ലെവൽ, ജില്ലാ കളക്ടറായിട്ടുള്ള ഭർത്താവ് മരിച്ചു എന്നറിയുമ്പോൾ ജില്ലാ കളക്ടറായിട്ടുള്ള ഭാര്യ എങ്ങനെ കരയും? അപ്പോ അഞ്ചു പറയുന്നു ആ സമയമാകുമ്പോൾ നമുക്കൊരു ധൈര്യമുണ്ട്. ഓക്കെ അപർണ പറയുന്നു ഉറക്കെ കരയും. ഓക്കെ യെസ്. അപ്പോ ആ കുട്ടി അവതരിപ്പിച്ചു കളക്ടറാണ് ഭർത്താവെങ്കിൽ ഭാര്യയും കളക്ടർ തന്നെയാണ്. അവര് ഈ മരണ വാർത്ത ആദ്യം കേൾക്കുമ്പോൾ എങ്ങനെ റിയാക്ട്? അത് അങ്ങനെ താഴേക്ക് വന്നിട്ട് താഴെയുള്ള ഏറ്റവും താഴെയുള്ള ഒരാള് അവരുടെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഫസ്റ്റ് റിയാക്ഷൻ? സ്ഥിരം കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ല, ഫസ്റ്റ് റിയാക്ഷൻ, കേൾക്കുമ്പോഴുള്ള ഫസ്റ്റ് റിയാക്ഷൻ. അപ്പൊ അതിനൊരു പ്രാവശ്യം യുവജനോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നിട്ട് ഞാൻ ഉറക്കെ കരയും എന്ന് പറഞ്ഞില്ലേ, നിങ്ങള് വളരെ ഒരു നിലവാരമില്ലാത്ത ആളല്ല. നിങ്ങൾ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഉയർന്നൊരു ഉദ്യോഗസ്ഥയാണ്. അപ്പൊ ഷഹാന പറയുന്നു ഷോക്ക് ആവൂ എന്ന് പറയുന്നു. ഓക്കെ ഷഹാന, യെസ്. ഇനിയും ഉത്തരങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് വേറൊരു കാര്യം അത് മനസ്സിലായി. നിങ്ങൾ ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. ശരിയായാലും തെറ്റായാലും നിങ്ങൾക്കൊരു ഉത്തരവുണ്ടല്ലോ, ശരിയായാലും തെറ്റായാലും നമുക്കൊരു നിലപാടുണ്ടല്ലോ. അത് വളരെ നല്ല കാര്യം. ഓക്കെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കഴിവുള്ളവരാണ്. ആ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ സമയമെടുത്ത് ആലോചിക്കാം. അപ്പൊ ധന്യ പറയുന്നുണ്ട്, നവമി പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആലോചിക്കാം. ആലോചിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോജിക്ക് കിട്ടും. അത് തന്നെയാണ് അജിതയും പറയുന്നത്. ആലോചിച്ചു, സമയമെടുത്ത് ആലോചിച്ചു. പക്ഷെ എനിക്ക് അന്നേരത്തെ ഉത്തരം പറയാനായിട്ട് കിട്ടിയത് 1 മിനിറ്റാണ് കിട്ടിയത്. ഓക്കെ, ആ 1 മിനിറ്റിനുള്ളിലാണ് നമുക്ക് ഉത്തരം പറയേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പല വിഷയമാണ് ആകാശത്തിന്റെ കീഴിലുള്ള എന്ത് വിഷയത്തെ കുറിച്ച് അവർക്ക് ചോദിക്കും. അവർ ചോദിക്കും എന്താണ് വിഷയം എന്ന് ചോദിക്കും. ചിലപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന കാര്യത്തിന് അവർക്ക് ചിലപ്പോൾ അതിന് ഉത്തരം അറിയണമെന്നൊന്നുമില്ല. നമ്മളെ കൊണ്ട് മാക്സിമം സംസാരിപ്പിക്കുക. ഒരാൾ സംസാരിക്കുന്നത് എന്നാണല്ലോ അയാളുടെ ക്യാരക്ടർ എന്താണ്, നമുക്ക് അയാൾ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കുക. ശരിയല്ലേ? അപ്പോ അവരുടെ സ്കൂളിൽ അത് പറ്റുമോ ഇല്ലയോ എന്നാക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഐ ആം കമ്മിങ് ടു ദ പോയിന്റ് ദാറ്റ് ഇതേപോലെ നമുക്കും ഞാൻ പറഞ്ഞോളാം ഷോണിമ. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഇതേപോലെ ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളൊരു മസ്റ്റാണ്. അപ്പോ ആ മസ്റ്റിലേക്കാണ് നമ്മൾ കടന്നു വരുന്നിട്ടുള്ളത്. സെൽഫ് സഫിഷ്യൻസി ഇൻ ഫിനാൻസ്, സമ്പത്തിന്റെ കാര്യത്തില് അല്ലെങ്കിൽ പൈസയുടെ കാര്യത്തില് നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആയ റോൾ ഉണ്ടാവണം എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. അതിന്റെ പേരില് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. അപ്പൊ ആ ബുദ്ധിമുട്ടൊക്കെ മറക്കാനും അതൊക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ ഇംഗ്ലീഷ് നമുക്ക് മര്യാദക്ക് പഠിക്കാം. എവിടെയാണോ നമ്മൾ പണ്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തി കളഞ്ഞത്, ആ ഫുൾ സ്റ്റോപ്പ് അവിടെ നിന്ന് മാറ്റി ആ ഫുൾ സ്റ്റോപ്പിന് പകരം അവിടെ ഒരു കോമ ഇട്ടിട്ട് അവിടെ തുടങ്ങി നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. നമ്മൾ വീണ്ടും പഠിക്കുന്നു. ഒരറിവും ചെറുതല്ല എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും പഠിച്ചു തുടങ്ങുന്നു. നിങ്ങളുടെ ഏത് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് ആവശ്യങ്ങൾക്കും നമ്മുടെ സിലബസിന്റെ ഭാഗത്ത് വരുന്ന എന്ത് വിഷയങ്ങൾക്കും അത് വളരെ രമ്യമായ രീതിയിൽ നമുക്ക് പരിഹരിക്കാം. നിങ്ങൾക്ക് മനസ്സിലായിട്ട് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ചോദിക്കാം. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കണം ഞാനും ഇംഗ്ലീഷിൽ ഒരു കഥ റെഡിയാക്കിയിരുന്നു സാറേ, ഞാൻ അതൊന്നും അവതരിപ്പിക്കട്ടെ. കുഴപ്പമില്ല പറഞ്ഞു. അതുമല്ല എങ്കിൽ ഞാൻ ഒരു ചെറിയൊരു പ്രസംഗം പറയട്ടെ ഇംഗ്ലീഷിൽ. ഓക്കെ, നിങ്ങൾ പറഞ്ഞു, നോ പ്രോബ്ലം. നമ്മളിത് നിങ്ങളിപ്പോ നന്നായിട്ട് പാടാൻ അറിയുന്ന ആളാന്ന് ചോദിക്കും. പാടാനൊരു അവസരം വേണ്ടേ? ഒരു അവസരം കിട്ടിയാലല്ലേ നിങ്ങൾ പാടാൻ പറ്റുള്ളൂ. എവിടെ കൊണ്ടുപോയി നിങ്ങൾ അവതരിപ്പിക്കും? ഇവിടെ ഞങ്ങൾ 73 പേരും ഞാൻ ഉൾപ്പെടെ 24 പേരും ഞങ്ങൾ കേൾക്കാൻ തീരെ ഒരു ഓഡിയൻസ് വേണ്ടേ? യെസ്. അപ്പൊ ആ ഓഡിയൻസ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള, കാരണം നമുക്ക് ടീച്ചറൊക്കെ ആയിക്കഴിഞ്ഞാല് കുട്ടികളോട് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യാനും അതിനുള്ളൊരു കോൺഫിഡൻസും ധൈര്യമൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു ഗ്രൂപ്പിലെ ഒരു സർക്കിളിൽ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസിനൊന്ന് ഭയങ്കര കൂടും. നിങ്ങൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ട് താഴേക്ക് നോക്കാം. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് അപ്പം മുട്ടുമുട്ടിയിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് നോക്കിക്കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നും. നമുക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. മാക്സിമം നിങ്ങൾ സഹകരിക്കുക.
എന്റെ പക്ഷത്തു നിന്ന് 100% സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഒരിക്കൽ പൂർത്തിയാക്കാതെ പോയ ആഗ്രഹങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഇതിപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കാത്തത്. നമ്മൾ ഇന്ന് ഒരു കാര്യം മാത്രമേ നോക്കിയുള്ളൂ, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. അതിനോടൊപ്പം തന്നെ നമ്മൾ വേറെ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. നമ്മളൊരു വാക്ക് വെച്ച് പുതിയത് പഠിക്കുന്നു. ആ വാക്കിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. നമുക്ക് വീണ്ടും കാണാം. എല്ലാ വെള്ളിയാഴ്ചകളിലും 12 മണിക്ക് ഞാൻ വരും. നമുക്ക് വീണ്ടും കാണാം. നെക്സ്റ്റ് ക്ലാസ്. Till then, bye. Okay. See you. So, Thank you. thank you, sir. 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 Okay. Thank you, sir. Okay.